ഹായ് ഫ്രണ്ട്സ്, ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ മോഹനൻ, വീണയുടെ അച്ഛനാണെങ്കിലോ ഭയങ്കര ദേഷ്യത്തിലാണ്. ആ ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയായ ശാന്തി വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അണ്ണ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ അവിടുത്തെ പോരൽ കണ്ടപ്പോൾ നിനക്ക് അങ്ങനെയാണോ തോന്നിയേ, ഞാൻ ഇന്ന് രാത്രി വരും എന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശാന്തി പറയുന്നുണ്ട്, അണ്ണ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോഹനം പറയുന്നത്, അതൊക്കെ എനിക്കറിയാം, നീ ഒന്ന് വെച്ചിട്ട് പോയിക്കേ, ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്, നീ ഒന്ന് ഇവിടെ വെച്ചിട്ട് പോയിക്കേ എന്ന് പറയുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് മോഹനൻ ദേഷ്യപ്പെട്ടിട്ട് അവരോട്. പിന്നീടാണെങ്കിലോ വീണ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ടീച്ചറമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതായിട്ട് വീണ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം കണ്ട് വീണ ഞെട്ടി എണീക്കുന്നുണ്ട്. അപ്പോൾ കനിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് പറ്റിയ, നീ എന്താ സ്വപ്നം കണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ പറയുന്നുണ്ട്, അത് വല്ലാത്തൊരു സ്വപ്നമായിരുന്നുണ്ട്, ഞാൻ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീണ പോയി കുളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കനിയും ഒക്കെ പറയുന്നുണ്ട്, കല്യാണിയൊക്കെ പറയുന്നുണ്ട്, 2:30 ആയിട്ടേ ഉള്ളൂ വീണ ചേച്ചി എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വീണ ആരോടും ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് കനിയാണെങ്കിലോ കല്ലുനോട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് ഈ വീണ പോകുന്നത്, നിനക്കറിയാതെ അവളൊന്നും ചെയ്യില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്ലു പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനി പറയുന്നുണ്ട്, ആ സന്തോഷേട്ടൻ ഒരു പാവം മനുഷ്യനാണ്, ഇവൾ അയാളെ ചതിക്കുമോ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ കനി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട കല്ലു പറയുന്നുണ്ട്, അതൊന്നും അല്ല, കനി ചേച്ചി ഒന്ന് ഉറങ്ങിക്കേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനി പറയുന്നുണ്ട്, എടി കല്ലു നിനക്കും അറിയാലേ, എന്നാൽ എന്നോട് കൂടി പറയടി, ഞാൻ മാത്രമല്ല അത് അറിയാത്തുള്ളൂ, എന്നോടും കൂടെ പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്ലു പറയുന്നുണ്ട്, ഇത് പറയാൻ എനിക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞിട്ട് കല്ലു അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ കനി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും വീണ കുളിച്ച് വരുന്നുണ്ട്. കുളിച്ച് വന്നതിന് ശേഷം കനീനെ വിളിച്ച് നീപ്പിക്കുന്നുണ്ട്. എടി കനി നീച്ചേ, ഒരു കാര്യം പറയാനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനി പറയുന്നുണ്ട്, എന്ത് കാര്യമടി നിനക്ക് പറയാനുള്ള ഇപ്പോൾ ഈ സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ കുളിച്ചിട്ട് ആദ്യം നീ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നേ, നമുക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുളിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കനി. അപ്പോൾ വീണ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ കല്യാണമാണ്, ഇന്ന് കുളിച്ചേ പറ്റുള്ളൂ, റൈഡേഴ്സൊക്കെ കുളിക്കില്ല എന്ന് പറഞ്ഞ് സ്പ്രേ അടിച്ച് നടക്കുന്നതൊന്നും ഇന്ന് പറ്റില്ല, ഇന്ന് എൻ്റെ കല്യാണമാണ്, നീ എന്തായാലും കുളിക്കണം എന്ന് പറഞ്ഞ് കനീനെ വീണയും കല്ലും കൂടെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കനീനെ വീണയും കല്ലും കൂടെ ടീച്ചറമ്മയുടെ മുറിയിലോട്ടാണ് കൊണ്ടുപോകുന്ന സമയത്ത് കല്ല് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്താ വീടിൻ്റെ മണ്ടിയിൽ നിന്ന് ചാടാനാണോ പ്ലാന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ കല്ലിനോട് എല്ലാവരും പറയുന്നുണ്ട്, മിണ്ടാണ്ട് നടക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ ടീച്ചറമ്മയുടെ മുറി തുറക്കുന്നതിന് മുന്നേ വീണ കല്ലിനോട് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ വേണമെന്ന് ഞാൻ നിന്നോട് പറയാൻ കാരണം എന്താണെന്ന് നിനക്ക് അറിയോ, ആ കാരണം നീ ഇപ്പോൾ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോറ് തുറക്കുന്നുണ്ട് ടീച്ചറമ്മയുടെ മുറിയുടെ. എന്നിട്ടാണെങ്കിലോ വീണ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. കനി ആദ്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല, എന്താ ഈ അടച്ചിട്ട മുറിയിൽ നിങ്ങൾക്ക് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ കണ്ണ് തുറന്നപ്പോൾ കനി കാണുന്നത് ടീച്ചറമ്മയാണ്. ടീച്ചറമ്മയെ കണ്ടതും കനി പേടിച്ച് നിലത്തിരിക്കുന്നുണ്ട്. ടീച്ചറമ്മ മരിച്ചു എന്നല്ലേ പറയുന്നത്, പിന്നെ ധാര എന്നൊക്കെ ചോദിച്ച് അവൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ടീച്ചറമ്മയാണെങ്കിലോ, കനി നിൻ്റെ വലിയ ചെറിയമ്മയാടി, ചെറിയമ്മയെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വിശ്വാസം ആവുന്നുണ്ട്, ഇത് സ്വപ്നമല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട്. എന്നിട്ട് ടീച്ചറമ്മയാണെങ്കിലോ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ കനിയോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറമ്മ പറയുന്നുണ്ട്, 2 ദിവസമായി ഞാൻ കുളിച്ചിട്ടത്, എന്തൊരു കഷ്ടമാണെന്നറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. എന്നിട്ട് കല്ലു പറയുന്നുണ്ട്, അപ്പോൾ അമ്മമ്മ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിത് എല്ലാവരെയും അറിയിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചറമ്മ പറയുന്നുണ്ട്, അത് വേണ്ട കല്ലു, ഞാൻ ഇതൊക്കെ അനുഭവിച്ചോളാം, എനിക്കതൊന്നും കുഴപ്പമില്ല, നീ ആരോടും ഒന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ടീച്ചറമ്മയ്ക്കാണെങ്കിലോ നമ്മുടെ വീണ അവളെടുത്ത് വെച്ച സാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ടീച്ചറമ്മയ്ക്കാണെങ്കിലും അത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ടീച്ചറമ്മ പറയുന്നുണ്ട്, ഞാൻ പോയി ഒന്ന് കുളിച്ച് വന്നിട്ട് എൻ്റെ കുഞ്ഞ് തന്ന് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കട്ടെ, ഇന്നെൻ്റെ കുഞ്ഞിയുടെ കല്യാണമല്ലേ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറമ്മ അവിടെ നിന്ന് നീക്കുന്നുണ്ട്. ടീച്ചറമ്മ പോയതിന് ശേഷം കനി വീണയോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഈ ചെറിയമ്മ തിരിച്ചു വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ പറയുന്നുണ്ട്, എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ രാത്രിയാടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളെപ്പോഴാണ് അറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കല്ലുവിനെ നോക്കിയിട്ട്. അപ്പോൾ വീണ പറയുന്നുണ്ട്, അവൾ നേരത്തെ അറിഞ്ഞതാടി, പക്ഷെ അവൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്, അവളെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അറിയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്ലു പറയുന്നുണ്ട്, എന്നോട് പറയണ്ട എന്ന് അമ്മമ്മ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പം കനി അവരെ നോക്കി പറയുന്നുണ്ട്, എല്ലാവരും കണക്കാണ്, നിങ്ങളാരും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ടീച്ചറമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടീച്ചറമ്മ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കല്ലു പറയുന്നുണ്ട്, അമ്മമ്മയ്ക്ക് ഈ സാരി നന്നായി ചേരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ വീണ
ടീച്ചറമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അതിനുശേഷം അവർ അവിടുന്ന് പോകുന്നുണ്ട്. അമ്മ ഞങ്ങൾ പോവുകയാണ്, ഇനി നിന്ന് എല്ലാവരും വന്നു തുടങ്ങും, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് എന്ന് പറഞ്ഞിട്ട് വീണ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് കല്ലുവിനോട് പറയുന്നുണ്ട്, കല്ലു കല്യാണമൊക്കെ അടിച്ച് പൊളിക്കണേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടീച്ചറമ്മ പറയുന്നുണ്ട്, എനിക്കൊരു വിഷമേ ഉള്ളൂ, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കാണാൻ പറ്റില്ല എന്നുള്ളൊരു എനിക്കൊരു വിഷമമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കല്ലു ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ കല്യാണം നടക്കുന്ന സമയത്ത് അമ്മമ്മയ്ക്ക് അപ്പം ഒരു ലിങ്ക് അയക്കും, അതിൽ കയറി കല്ലുവിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം വീണയോട് വലിയമാമൻ പറയുന്നുണ്ട്, മോളെ റെഡിയാക്കുക എന്ന് പറഞ്ഞ ആൾ നേരിട്ട് അമ്പലത്തിലോട്ട് വരാമെന്നാണ് പറഞ്ഞത്, മോൾക്ക് അവരുടെ നമ്പർ ഇല്ലേ, ആ മോൾ വിളിച്ചു നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണയാണെങ്കിലോ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ടീച്ചറമ്മ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.